പൊതുമരാമത്ത് ടൂറിസം വകുപ്പിലെ ജീവനക്കാരിക്ക് വിരമിച്ച ദിവസം തന്നെ ഒരു സമ്മാനം കിട്ടി. എന്താണ് ആ സമ്മാനമെന്നല്ലേ? വാച്ച്, ക്ലോക്ക്, മൊബൈൽ ഫോൺ അല്ല, താൽക്കാലിക ജോലി. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മകനും വകുപ്പ് സെക്രട്ടറിയുമായ കെ ബിജു IASന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റും ആണ് തൊട്ടടുത്ത ദിവസം തന്നെ താൽക്കാലിക ജീവനക്കാരിയായി അതേ കസേരയിൽ തിരിച്ചെത്തിയത്. വിരമിച്ചതിന് പകരം വന്ന ജീവനക്കാരിക്ക് ഇപ്പോൾ ഇരിപ്പിടമില്ല. ഈ ഓഫീസ് ഫയലോ എന്തിന് ഔദ്യോഗിക മെയിൽ പോലും തുറക്കാനാവാത്ത അവസ്ഥയിലാണ് പുതിയ PA. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. വർഷത്തിലേറെയായി കെ ബിജു IAS പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് സെക്രട്ടറിയായിട്ട്. സെക്രട്ടറിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായ ജീവനക്കാരി മെയ് മാസം 31 വിരമിച്ചു. എന്നാൽ വിരമിക്കൽ പേരിന് മാത്രമായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ മുൻ പേഴ്സണൽ അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അനക്സ് 2-ലെ 3-ാം നിലയിലെ ഓഫീസിലെത്തി. ജീവനക്കാർക്ക് ഒന്നും മനസ്സിലായില്ല. തലേന്ന് ജോലിയിൽ നിന്ന് വിരമിച്ച ആൾ തൊട്ടടുത്ത ദിവസവും അതേ കസേരയിൽ ഇരിക്കുന്നു. പദവിയുടെ പേരിൽ മാത്രം ചെറിയൊരു മാറ്റം. പേഴ്സണൽ അസിസ്റ്റൻറ്റിന് പകരം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. പക്ഷേ വിരമിക്കുന്നതിന് മുമ്പ് എന്താണോ ചെയ്തത് അതേ ജോലി തന്നെയാണ് ഇപ്പോഴും. പിന്നീടാണ് ട്വിസ്റ്റ്. ഉത്തരവുമായി യഥാർത്ഥ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നെ ബിന്ദു എത്തി. പക്ഷേ ഇരിപ്പിടമില്ല. ഈ ഓഫീസ് ഫയലും ഔദ്യോഗിക മെയിലും തുറക്കാനാകുന്നില്ല. ബിന്ദുവിനെ മാറ്റാൻ വകുപ്പ് സെക്രട്ടറി നീക്കം നടത്തി. അതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. മാറ്റമുണ്ടായില്ല. പക്ഷേ ഇരിപ്പിടം ഓഫീസിൻ്റെ മറ്റൊരു ഭാഗത്ത്. തീർന്നില്ല. ഈ ഓഫീസ് ഫയലും മെയിലും ഇല്ലാത്തതിനാൽ പേഴ്സണൽ അസിസ്റ്റൻ്റ് ചെയ്യേണ്ട ഒരു ജോലിയും ഇവർക്ക് ചെയ്യാനുമാകുന്നില്ല. വിഷയം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെയും പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെയും സംഘടന ഏറ്റെടുത്തു. പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് പരാതി നൽകി. ജൂലൈ 2 നൽകിയ പരാതി ജ്യോതിലാൽ പൂഴ്ത്തി. യഥാർത്ഥ പേഴ്സണൽ അസിസ്റ്റൻ്റ് ഒന്നും ചെയ്യാനാകാതെ മാറിയിരിക്കുമ്പോൾ വിരമിച്ചു പോയി തിരിച്ചു വന്ന മുൻ പേഴ്സണൽ അസിസ്റ്റൻറ്റിന് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് വകുപ്പ് സെക്രട്ടറിയും മന്ത്രിപുത്രനുമായ കെ ബിജു IAS. രാഷ്ട്രീയ നേതാക്കൾ സ്വന്തം പാർട്ടിക്കാരെ പിൻവാതിലിലൂടെ തിരികെ കയറ്റുമ്പോൾ ഉദ്യോഗസ്ഥരും ഒട്ടും മോശമാകരുതല്ലോ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? വിരമിച്ചു പോയ അതേ ആൾ അടുത്ത ദിവസം അതേ സ്ഥലത്ത് മറ്റൊരു പദവിയിൽ അതേ അധികാരത്തോടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യമാണ്. TV പ്രസാദ് അബൂക്കപ്പൻ ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് TV പ്രസാദ് അവിടെ നടക്കുന്നത്? കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണല്ലോ. വിരമിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ ബിജു IAS ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇരിപ്പിടം തന്നെ കൊടുത്തു. ആ ഇരിപ്പിടവും പദവിയും ഒക്കെ കൊടുത്ത് പുതിയ PAക്ക് പണിയില്ലാതെയാക്കി മാറ്റി. എന്തൊക്കെയാണ് നടക്കുന്നത് TV പ്രസാദ്? എന്താ സംഭവം? ഗുഡ് മോർണിംഗ് അരുൺ. നമ്മുടെ സംസ്ഥാനത്ത് എന്തും നടക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അരുൺ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് 2 ഉത്തരവുകൾ പെട്ടെന്ന് കിട്ടി എന്നുള്ളത് കൊണ്ടാണ് നമുക്കിത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതല്ല എങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നായിരിക്കും ആ ഓഫീസിന് പുറത്തുള്ളവർ പറയുക. അത്രയ്ക്കും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തതാണ് അവിടെ നടന്നത്. രാഷ്ട്രീയക്കാർ പിൻവാതിലിലൂടെ ആളുകളെ താൽക്കാലികക്കാരായി കയറ്റുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ SIT പരമ്പരയിലൂടെ അത് പുറത്തു കൊണ്ടുവരികയാണ്. അതിനിടയിലാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉദ്യോഗസ്ഥൻ ഇത് ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് സെക്രട്ടറി കെ ബിജു IAS ഒരു വെറും IASകാരൻ മാത്രമല്ല, സംസ്ഥാനത്തെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ PA ആയിരുന്നു ഈ ജീവനക്കാരി ഈ മെയ് മാസം 31 വരെ. മെയ് മാസം 31 അവർ വിരമിച്ചു. പക്ഷേ 1-ാം തീയതിയും അതേ കസേരയിൽ അവരെത്തിയിട്ടുണ്ട്. അരുൺ, ഇതിലും ഗൗരവമുള്ള ഒരു കാര്യം, NHAയുടെ ഉത്തരവിറങ്ങുന്നത് ജൂൺ മാസം 6-ാം തീയതിയാണ്. അപ്പോൾ 5 ദിവസം അനധികൃതമായി അവരവിടെ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയുടെ ചുരുക്കം ഇതാണ്, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. 31-ാം തീയതി വകുപ്പ് സെക്രട്ടറിയുടെ PA വിരമിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇതേ PA
വീണ്ടും അതേ കസേരയിലേക്ക് വരുന്നു. പോസ്റ്റിന് ചെറിയൊരു മാറ്റമുണ്ട്. ആ പോസ്റ്റിൻ്റെ പേര് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നാണ്. പക്ഷെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നാണ് പേരെങ്കിലും എന്താണോ ആ PA നേരത്തെ ചെയ്ത ജോലി അതേ ജോലി തന്നെ ചെയ്യുകയും ചെയ്യുന്നു. അതിലുമുണ്ട് പ്രശ്നം. അതാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത്. ഇങ്ങനെ ഒരാൾ PA സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ സ്വാഭാവികമായി അതിന് സർക്കാർ നടപടിയുണ്ട്. പകരം ഒരാൾ നിശ്ചയിക്കും. അയാൾ ഉത്തരവുമായി വരുമ്പോൾ ആ ഉദ്യോഗസ്ഥയ്ക്ക് ഇരിക്കാൻ കസേരയില്ലെന്ന് മാത്രമല്ല, ഇതേ വകുപ്പ് സെക്രട്ടറി അവിടെ നിന്ന് മാറ്റാൻ തന്നെ നീക്കം നടന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞ് അതിലിടപെട്ടു. ആ നീക്കം പാളി. പക്ഷേ ഇപ്പോഴും ഒഫീഷ്യലായിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റൻറ്റിന് ഒഫീഷ്യൽ മെയിൽ ID തുറക്കാൻ കഴിയില്ല. എന്തിന്? ഈ ഓഫീസ് ഫയൽ പോലും നോക്കാൻ കഴിയില്ല അരുൺ. അത്ര ഭീകരമാണ്. മാത്രമല്ല, ആ ഓഫീസിൽ ഏതെങ്കിലും സന്ദർശകർ വന്നാൽ അവർ ഇരിക്കുന്ന സ്ഥലത്താണ് അവരുടെ ഇരിപ്പിടം ഇപ്പോഴുമുള്ളത്. മുൻ PA ആയിരുന്ന ഇപ്പോഴത്തെ താൽക്കാലിക ജീവനക്കാരിയാണ് വകുപ്പ് സെക്രട്ടറിയുടെയും വകുപ്പിൻ്റെയും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പദവിയിലിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പാർട്ടിക്കാരെ കയറ്റുന്നതിൽ എത്രയോ ഭീകരമാണ് അരുൺ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുണ്ടായത്. NHAയുടെ ആ ഉത്തരവിൽ വ്യക്തമാണ്. PWD ടൂറിസം സെക്രട്ടറി പറഞ്ഞനുസരിച്ചാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുക്കുന്നതെന്ന്. ആ പോസ്റ്റ് NHAയുടേതാണെങ്കിൽ കൂടിയും കാല എന്ന് പറയുന്ന ഏജൻസി, അതായത് നമ്മുടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കലിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയായ കാലയിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. അതായത് ബിജു നിയമിച്ച ഉദ്യോഗസ്ഥയ്ക്ക് സർക്കാർ ശമ്പളം കൊടുക്കണം. വിരമിച്ചവരെ തൊട്ടടുത്ത ദിവസം അതേ കസേരയിൽ ഇരുത്താനുള്ള ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത്? തീർന്നില്ല അരുൺ. ഒരൊറ്റ കാര്യം കൂടി. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പേഴ്സണൽ അസിസ്റ്റൻറ്റുമാരുടെയും അതുപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്മാരുടെയും ഒരു സംഘടനയുണ്ട്, CAPA. അവർ ഈ വിഷയം അറിഞ്ഞു. പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി KR ജ്യോതിലാലിന് കത്ത് കൊടുത്തു ഇക്കഴിഞ്ഞ ജൂലൈ മാസം 2-ാം തീയതി. പക്ഷേ ആ കത്ത് KR ജ്യോതിലാൽ പൂഴ്ത്തി. ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ശരിക്കും PO ഓഫീസിൻ്റെ ഒരു മൂലക്കിരിക്കുന്നു. താൽക്കാലിക ജീവനക്കാരിയായ ബിജു IAS നിയമിച്ച ആ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇപ്പോഴും പേഴ്സണൽ അസിസ്റ്റൻ്റ് സ്ഥാനത്തിരിക്കുന്നു. ഒരു താൽക്കാലിക ജീവനക്കാരിയാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് പോകുന്നു. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും പ്രസാദ്, ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഔദ്യോഗിക ജോലി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ താൽക്കാലികമായി ജോലി കിട്ടുന്നു എന്നുള്ളതാണ്. മാസങ്ങളായി ഇവിടെ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും HSST റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും മറ്റ് വിവിധ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഈ ഒരു തൊഴിലിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു PA തൊട്ടടുത്ത ദിവസം തന്നെ അതേ കസേരയിലേക്ക് എത്തിക്കുന്നത്, മറ്റൊരു താൽക്കാലിക ജോലിയും കൊടുത്തുകൊണ്ട്. എത്ര വേഗവും എത്ര കരുതലുമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഒരിക്കലും ചില വ്യക്തികൾക്ക് വഴിവിട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലായി ചിത്രീകരിക്കാൻ പാടില്ല എന്നതാണ് സർക്കാർ പറയുന്നത്. എങ്കിൽ അതങ്ങ് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ. TV പ്രസാദ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയനുസരിച്ച് ഇത് ഒരു തിരികെ കയറ്റലാണെന്ന് മാത്രമല്ല, സർക്കാർ ചട്ടപ്രകാരം നിയമിച്ചിരിക്കുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് PAക്ക് ഇരിപ്പിടം പോലും കൊടുക്കാതെ ഒരു താൽക്കാലിക ജീവനക്കാരി അവിടെ വന്നിരുന്നു ഭരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിൽ ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമാരുടെ സംഘടനയിലൊക്കെ ഇത് ചർച്ച ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ റിപ്പോർട്ട് പോലും പൂഴ്ത്തിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ, താങ്കൾ അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? താങ്കളുടെ വകുപ്പിലാണ് ഈ ബിജു IASന്റെ PAയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് വളരെ മോശമാണ് എന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയുണ്ടല്ലോ, ആ പ്രതീതി ഒട്ടും ഭൂഷണമായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു കാര്യം മാത്രം പറയാം, ആശാൻ ഒരക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നാണ്, അല്ലേ? അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പിൻവാതിൽ നിയമനം നടത്തുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും കൂടി പിൻവാതിൽ നിയമനം നടത്തി തുടങ്ങട്ടെ എന്നാണോ നിലപാട് എന്നുള്ളത് നമുക്കറിയണം. ഏമ്പ്രാനൽപ്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നുകൂടി മാത്രം നമ്മൾ പ്രേക്ഷകരോട് അറിയിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ TV പ്രസാദ് മുന്നോട്ട് പോവുക. ഈ നമ്മുടെ PAക്ക് കൃത്യമായ സ്ഥാനത്തിരിക്കാനും ഈ ചട്ടപ്രകാരമുള്ള ഓഫീസ് ജോലികൾ ചെയ്യാനും കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ഒരു താൽക്കാലിക ജീവനക്കാരി അല്ല ഒരു പ്രൈവറ്റ് അസിസ്റ്റന്റിന്റെ ജോലി എടുക്കേണ്ടത് എന്നതാണ് നമുക്കും പറയാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കാണുന്ന വേഗതയും കരുതലും നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. TV പ്രസാദ് ആണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.